Good morning. Now we are going to discuss the problems using undetermined coefficients. First question, determine the particular solution of y double dash minus 8y dash plus 25y equal to 5x cube e raised to minus x minus 7 e raised to minus x. Okay, this is particular solution calculate cheyane parnitullu. Adondu homogeneous part, that is the complementary function calculate cheyanda karyam illa. Okay, ഇവിടെ g of x എന്താണ് 5x cube minus 7 into e raised to minus x അല്ലേ. ഇത് ഒരു ക്യൂബിക് പോളിനോമിയൽ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ y of p ൽ എന്ത് എഴുതണം? ax cube plus bx square plus cx plus d എഴുതണം. ഓക്കെ, ഇ റേസ് ടു മൈനസ് എക്സിൽ ഇവിടെ കോൺസ്റ്റന്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു കോൺസ്റ്റന്റ് ഇടണ്ട, ഇ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ, ഇപ്പോൾ വൈ ഓഫ് പി ചൂസ് ചെയ്യുന്ന മെത്തേഡ്സ് പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ക്യൂബിക് പോളിനോമിയൽ ആയത് കാരണം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നു. ഇ റേസ് ടു മൈനസ് എക്സിന് നമ്മളൊരു കോൺസ്റ്റന്റ് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഓൾറെഡി കോൺസ്റ്റന്റ്സ് ഉള്ള ഒരു ടേം ഉള്ളത് കൊണ്ട് ഇവിടെ ഇ റേസ് ടു മൈനസ് എക്സിന് വേറൊരു കോൺസ്റ്റന്റ് ഇടേണ്ട കാര്യം ഇല്ല. ഓക്കെ, then എന്തൊക്കെ കാണണം? എയും ബിയും സിയും ഡിയും y of p dash y of p double dash ഈ വാല്യൂസ് എല്ലാം ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ എന്നിട്ട് എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ y of p യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇത് ഹോംവർക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, next question, y of p, find y of p of y double dash plus 4y equal to x cos x. Here very particular solution, so g of x is x into cos x, already given x cos x. അപ്പോൾ x ന് കറസ്പോണ്ടിങ് ആയിട്ട് ax plus b, cos x ൽ പറഞ്ഞു cos x എടുക്കുമ്പോൾ cos x ഉം sin x ഉം എഴുതണം അല്ലേ. a cos x plus b sin x അല്ലേ. ആ കോൺസ്റ്റന്റ് പകരം ഇവിടെ ax ഉണ്ടല്ലോ, ax plus b cos x plus cx plus d sin x. ഈ രണ്ട് കോൺസ്റ്റന്റും വേറെ ആയിരിക്കണം, സെയിം ഇടാൻ പാടില്ല. ഈ എയും ax plus b തന്നെ ഇവിടെ ഇടരുത്. കാരണം നമുക്കറിയാം cos x ൽ എന്താ എഴുതുന്നത്? a cos x plus b sin x. അവിടെ സെയിം കോൺസ്റ്റന്റ് അല്ലല്ലോ, ഡിഫറെന്റ് കോൺസ്റ്റന്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെയും ഡിഫറെന്റ് ആക്കിയിട്ട് എഴുതണം. ഓക്കെ, ദെൻ ഹിയർ വി കാൽക്കുലേറ്റ് y of c. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, പറയാം. y of c ഇവിടെ കിട്ടുന്നത് m square plus 4 equal to 0, ഓക്സിലറി ഇക്വേഷൻ അല്ലേ. y ഡബിൾ ഡാഷ് ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ m square plus 4y plus 4 equal to 0. Then m equal to plus or minus 2i. Okay, this solve ചെയ്യുമ്പോൾ m ന്റെ 2 values plus 2i ഉം minus 2i ഉം. Therefore y of c, that is the complementary function, is c1 cos 2x plus c2 sin 2x. ഓക്കെ, ഇവിടെ നമ്മൾ y of c യും y of p യും ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ y of c യിലെ ടേംസും y of p യിലെ ടേംസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇവിടെ cos 2x ഉം ഞാൻ പറയാം ഒന്നും കൂടിയും, ഇവിടെ cos 2x-ന്റെയും sin 2x-ന്റെയും ടേംസ് ആണ് y of c യിലുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ cos 2x ഉം sin 2x ഉം ഇല്ലാത്തത് കൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. പക്ഷെ ഇവിടെ cos x ഉം sin x ഉം ഉണ്ടെങ്കിൽ മേ ബി റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ y of c എഴുതിയിട്ട് വേണം y of p എഴുതാൻ. ഓക്കെ, y of c എഴുതിയിട്ട് വേണം y of p എഴുതാൻ. ചില പ്രോബ്ലത്തിൽ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവും. y of c ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, y of c യും y of p യും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നുമില്ല. No duplication of terms between y of p and y of c. Okay, cos 2x ഉം sin 2x ഉം ആയതുകൊണ്ട്. Then y of p dash y of p double dash കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂസ് കിട്ടിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. so we get y of p. Okay, then determine the particular solution of y double dash minus 9y dash plus 14y equal to 3x square minus 5 sin 2x plus 8x e raised to 6x. ഇവിടെ ഫസ്റ്റ് ടേം 3x square minus 5 sin സെക്കൻഡ് ടേം തേർഡ് ടേം ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് ടേം y of p, ഇറ്റ്സ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഫസ്റ്റ് ടേമേ ഉള്ളെങ്കിലും കാര്യമൊന്നുമില്ല, നമ്മൾ ax square plus bx plus c ഫുള്ളായിട്ട് എഴുതണം. സെക്കൻഡ് ടേം sin 2x ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് e cos 2x plus f sin 2x. ഓക്കെ, ഇവിടെ എയും ബിയും സിയും ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് വേറൊരു കോൺസ്റ്റന്റ് എടുത്തുന്നേ ഉള്ളൂ, ഇയും എഫും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോൺസ്റ്റന്റ്സ് എടുക്കാം. ഇനി തേർഡ് ടേം എന്താ? 8x e raised to 6x കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് gx plus h e raised to 6x e raised to 6x. ഓക്കെ, ഇനി y of p എന്ത് വരും? ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂന്നെണ്ണത്തിൻ്റെയും സമ്മായിരിക്കണം, കാരണം g of x 3 ടേംസ് ഉണ്ട്. അപ്പോൾ y of p ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും സമ്മായിട്ട് എടുക്കുക.
y of p equal to ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൽ y of p വലിയൊരു വാല്യൂ ആണ്. അപ്പോൾ ഇതിലെ കോൺസ്റ്റൻസ് കുറേ കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ശ്രദ്ധിച്ച് ചെയ്താൽ ആൻസർ ശരിയാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ y of c ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ ഇവിടെ y of cയിലും y of pയിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് y of c ചെക്ക് ചെയ്യണം, y of c കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m² - 9m + 14 = 0. ഓക്കെ, ഇതിന്റെ രണ്ട് റൂട്ട്സ് വരുന്നത് 2ഉം 7ഉം ആണ്. അപ്പൊ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ത് വരും? c1 e2x + c2 e7x. ഓക്കെ, c1 e2x + c2 e7x. ഇത് e2x ഉം e7x ഉം അത്തരം രണ്ട് ടേമുകളും എന്തിലില്ല? y of p ഇല്ല. അതുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഇല്ല. അതുകൊണ്ട് y of pക്കും y of cക്കും തമ്മിൽ ബന്ധങ്ങളൊന്നുമില്ല. y of p ഇത് തന്നെ ആയിട്ട് എടുക്കാം. ബന്ധങ്ങളുള്ള കേസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതുവരെ ചെയ്തതിൽ ബന്ധങ്ങളൊന്നും y of cയും y of pയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് y of p ഇത്തരത്തിൽ തന്നെ എടുത്താൽ മതി. phi p dash, phi p double dash കാൽക്കുലേറ്റ് ചെയ്യുക, ഫൈൻഡ് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റൻസ്. ദെൻ മെത്തേഡ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് കാൽക്കുലേറ്റ് എ ബിയും സിയും ഡി ഇ എഫ് ജി എച്ച് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ എല്ലാം പ്രിസ്ക്രൈബ് ടെക്സ്റ്റിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. ഓൾറെഡി ഞാൻ അതിൻ്റെ PDF അയച്ചിട്ടുണ്ടല്ലോ, അതിൽ നോക്കി നിങ്ങൾ വെരിഫൈ ചെയ്താൽ മതി. Find the particular solution of y double dash minus 2y dash plus y equal to e raised to x. ഓക്കെ, ഇവിടെ ആദ്യം നമ്മൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കാണണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. പർട്ടിക്കുലർ സൊല്യൂഷനിൽ ഓൺലി പർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഇതൊന്ന് സൈഡിൽ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക, എവിടെയെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. റിപ്പീറ്റേഷൻ വരുന്ന കേസാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഇവിടെ ഓക്സിലറി ഇക്വേഷൻ എന്താ വരുന്നത്? m² - 2m + 1 = 0. ഓക്കെ, അപ്പോൾ m - 1 whole square = 0. So we get the two values equal roots. m = 1 1. ഓക്കെ, 2 equal roots. ആ കേസിൽ നമ്മുടെ y of c എന്താണ്? c1x + c2 × e⁻x. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഈക്വൽ റൂട്ട്സ് വരുമ്പോൾ, ഡിസ്റ്റിങ് റൂട്ട്സ് വരുമ്പോൾ എല്ലാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി c1x e⁻x + c2 e⁻x. ഇവിടെ ഏതൊക്കെ ടേം ഉള്ളത്? x e⁻x ന്റെ ടേം ഉണ്ട്, e⁻x ന്റെ ടേം ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ y of c നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മുടെ y of p എന്താണ്? e⁻x, g of x e⁻x ആണ്. അപ്പൊ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് y of p എന്താണ്? a e⁻x. ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ e⁻x ന്റെ ടേം, അതേപോലെ y of c യിലും e⁻x ന്റെ ടേം. അപ്പൊ എന്തായി? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് അല്ലെ? അപ്പൊ ഏത് ടേമിലെ ഡ്യൂപ്ലിക്കേഷൻ വന്നത്? e⁻x ന്റെ. ഓക്കെ, അപ്പൊ നമ്മൾ y of p ഒരു ചെറിയ മാറ്റം കൊടുക്കണം. y of p ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിനാണ് റിപ്പീറ്റേഷൻ വരുന്നത്? e⁻x അല്ലേ? അപ്പോൾ y of p എന്തായിട്ട് എടുക്കുക? ax e⁻x. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു വെച്ചാല് ഓൾറെഡി e⁻x ന്റെ ടേം അവിടെ ഉണ്ട്. അപ്പോൾ y of p ഒരു x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റൻസിന്റെ എയുടെ വാല്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ നോക്കി, പിന്നെയും x e⁻x ഇവിടെയും ഉണ്ട്, അപ്പോഴും ഡ്യൂപ്ലിക്കേഷൻ വന്നു അല്ലെ? അപ്പൊ പിന്നെയും ഒരു x കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മുടെ y of p എന്തായി? ax² e⁻x. ഇപ്പൊ x² e⁻x ന്റെ ടേം y of c ഇല്ല. അപ്പൊ നമ്മൾക്ക് y of p എങ്ങനെ എടുക്കാം? ax² e⁻x ആയിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഇവിടെ x² e⁻x എടുത്തത്. ഇപ്പൊ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല അല്ലെ? നേരത്തെ ഉള്ളതിൽ x e⁻x ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് x² e⁻x ആയിട്ട് എഴുതുന്നു. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നു വെച്ചാല് ഇവിടെ മൾട്ടിപ്പിൾ റൂട്ട്സ് വന്നില്ലേ? മൾട്ടിപ്പിൾ റൂട്ട്സ് വന്നതുകൊണ്ടാണ് ഇവിടെ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ മൾട്ടിപ്പിൾ റൂട്ട്സ് വരുമ്പോഴുള്ള സംഭവിക്കുന്നതാണ് ഇത്. Okay, then pi of p dash, pi of p double dash, ഈ values എല്ലാം ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then a യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. then pi of p കിട്ടും. So general solution is pi equal to pi of c plus pi of p. Okay, then next question, solve the initial value problem. Y double dash plus y equal to 4x plus 10 sin x. Given pi of pi equal to 0 and pi dash pi equal to 2. ഓക്കെ, ഇവിടെ നമുക്ക് ഹോമോജീനിയസ് പാർട്ടിൽ കോൺസ്റ്റൻസ് വരും. പർട്ടിക്കുലർ സൊല്യൂഷനിൽ കോൺസ്റ്റൻസ് ഉണ്ടാവും, പക്ഷെ അത് ഫൈനൈറ്റ് വാല്യൂ, അവിടെ c1 c2 ഒന്നും ഉണ്ടാവില്ല പർട്ടിക്കുലർ സൊല്യൂഷനിൽ. പക്ഷെ നമ്മുടെ ഹോമോജീനിയസ് പാർട്ടിൽ കോൺസ്റ്റൻസ് ഉണ്ടാവും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഫൈൻഡ് ദ homogeneous part, the complementary function. Okay, then auxiliary equation is m² plus 1 equal to 0. We get m equal to plus or minus I. That is the, ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്?
കോംപ്ലക്സ് റൂട്ട്സ് ആണ്, കോംപ്ലക്സ് റൂട്ട്സ്. ഓക്കെ, m1 ഈസ് പ്ലസ് ഐ ആൻഡ് m2 ഈസ് മൈനസ് ഐ. അപ്പൊ അവിടെ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്, c1 cos x പ്ലസ് c2 sin x, രണ്ട് കോൺസ്റ്റൻസ് ഇട്ടിട്ട്. ഇവിടെ നമ്മുടെ g ഓഫ് എക്സ് എന്താണ്, 4x പ്ലസ് 10 sin x അല്ലേ. 4xന് കറസ്പോണ്ടിങ് ആയിട്ട് ax പ്ലസ് b, 10 sin x ന് കറസ്പോണ്ടിങ് ആയിട്ട് c cos x പ്ലസ് d sin x. ഓക്കെ, then ഇവിടെ ഏതെങ്കിലും ടേംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? കോസ് എക്സിന്റെ ടേം ഉണ്ട്, സൈൻ എക്സിന്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് അല്ലാത്ത ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എക്സിന്റെ ടേം ഉണ്ട്, പിന്നെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അല്ലെ. അപ്പോൾ വൈ ഓഫ് സിയിൽ കോസ് എക്സിന്റെയും സൈൻ എക്സിന്റെയും ടേം ഉണ്ട്, അതേപോലെ വൈ ഓഫ് പിയിലും ഉണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം, വൈ ഓഫ് പിനെ ഒരു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലാ ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യേണ്ട. എവിടെയാണ് നമുക്ക് പ്രശ്നം വന്നത്, സി കോസ് എക്സ് പ്ലസ് ഡി സൈൻ എക്സ് അല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സി എക്സ് കോസ് എക്സ് പ്ലസ് ഡി എക്സ് സൈൻ എക്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇട്ടത്. ഇവിടെ നമുക്ക് പ്രശ്നമില്ല, കാരണം റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്രശ്നമുള്ള ഭാഗത്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സി എക്സ് കോസ് എക്സ് പ്ലസ് ഡി എക്സ് സൈൻ എക്സ്. ഇപ്പൊ നമുക്ക് വൈ ഓഫ് പി കിട്ടും. അപ്പോൾ വൈ പി ഡാഷ് വൈ പി ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് വാല്യൂസ്, വി ഗെറ്റ് ദ വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഡി ആസ് ദിസ്. ഇങ്ങനെ കിട്ടി. അപ്പൊ വൈ ഓഫ് പി 4x മൈനസ് 5x കോസ് എക്സ് കിട്ടി. ഓക്കെ, ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ മെത്തേഡ് ഓഫ് സോൾവിങ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വൈ ഓഫ് പി എങ്ങനെ സെലക്ട് ചെയ്യുന്നുള്ളതാണ്. വൈ ഓഫ് പി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജി ഓഫ് എക്സ് നിങ്ങൾ ടേബിൾ നോക്കുക, ജി ഓഫ് എക്സിന്റെ ഭാഗത്ത് എന്ത് വന്നോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് എഴുതുക, വൈ ഓഫ് പി എഴുതുക. ആ ടേബിളിലില്ലേ അതേപോലെ വൈ ഓഫ് പി എഴുതുക. എല്ലാ കണ്ടീഷൻസും ഏതൊക്കെ തരത്തിൽ ജി ഓഫ് എക്സ് വരാന്നുള്ളത് എല്ലാതും അവിടെ എഴുതിയിട്ടുണ്ട്. ആ ടേബിളിന്റെ റൈറ്റ് സൈഡിൽ കയറുന്ന വൈ ഓഫ് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ആ കോൺസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വൈ ഓഫ് പി പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. ഓക്കെ, ഇനി പർട്ടിക്കുലർ സൊല്യൂഷനിൽ പിന്നെ നോക്കേണ്ടത് വൈ ഓഫ് പിക്കും വൈ ഓഫ് സിക്കും ഇനി കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ടോ നോക്കുക അല്ലെ. ഡ്യൂപ്ലിക്കേഷൻ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ നോക്കുക. ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ എക്സ് കൊണ്ട് പിന്നെയും വരികയാണെങ്കിൽ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയറും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എക്സ് ക്യൂബ് കൊണ്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം നല്ല മോർ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റൻസുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കോൺസ്റ്റൻസിന്റെ കാൽക്കുലേഷൻ ഈ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതേപോലെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം ടേംസ് ഉണ്ടാവും. ആ ടേംസിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്താൽ എല്ലാത്തിന്റെയും നിങ്ങൾക്ക് എന്ത് കിട്ടും, കോൺസ്റ്റൻസിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടെ എല്ലാം ആ മെത്തേഡാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം ടേമിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യും. സോ ഇവിടെ വാല്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് y എന്ത് കിട്ടി നമുക്ക്, y ഈക്വൽ ടു c1 ഓൾറെഡി y ഈക്വൽ ടു y ഓഫ് സി പ്ലസ് y ഓഫ് പി. y ഓഫ് സി c1 cos x പ്ലസ് c2 sin x ആണ്. y ഓഫ് പി എന്താണ്, 4x മൈനസ് 5x cos x ആണ് അല്ലെ. ഇത് നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. y ഓഫ് പൈ തന്നിട്ടുണ്ട്, y ഡാഷ് പൈ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് c1ന്റെയും c2ന്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ y ഓഫ് പി പൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുമ്പോൾ 0 ഈക്വൽ ടു മൈനസ് c1 പ്ലസ് 4π പ്ലസ് 5π എന്ന് കിട്ടും. അതിന് c1 ഈക്വൽ ടു 9π എന്ന് കിട്ടും. അതുപോലെ y ഡാഷ് പൈ അല്ലേ, അപ്പൊ ഇതിനെ y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സിന് പൈ കൊടുക്കുക. ഓൾറെഡി ഗിവൻ y ഡാഷ് പൈ ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ c2 എത്ര കിട്ടും, 7 കിട്ടും. c2 7 കിട്ടി, c1 9π കിട്ടി. അപ്പോൾ y എന്തായിരിക്കും, y ഓഫ് സിയിൽ y എന്തായിരിക്കും, y ഓഫ് സിയിൽ മാറ്റം വരും. അതുപോലെ y എന്തായി മാറും, c1 is 9π cos x plus 11 sin x plus 4x minus 5x cos x എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.